ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എടത്വാ പള്ളിയുടെ കാഴ്ചകൾ കാണാം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലെ ഒരു ഗ്രാമമായ എടത്വായിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്രൈസ്തവ ദേവാലയമാണ് സെൻറ്റ് ജോർജ് സീറോ മലബാർ കത്തോലിക്ക പള്ളി. എടത്വാ വലിയ പള്ളി എന്ന് പറയും. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഈ പള്ളി 1810 സ്ഥാപിക്കപ്പെട്ടതാണ്. പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ വാസ്തുശില്പശൈലി വളരെ മനോഹരമാണ്. മധ്യകാല യൂറോപ്യൻ ദേവാലയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ നിർമ്മാണം. പെരുന്നാളിന് കൊടി കയറുന്നതോടെ സ്വർണ്ണാലങ്കൃതമായ വിശുദ്ധ ഗീവറീസ് സഹദായുടെ തിരുസ്വരൂപം പള്ളിയുടെ മധ്യത്തിലുള്ള വേദിയിൽ പ്രതിഷ്ഠിക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് വിശുദ്ധ ഗീവറീസ് സഹദായുടെ പെരുന്നാൾ എടത്വാ പള്ളിയിൽ കൊണ്ടാടുന്നത്. മെയ് 3 ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്ന തിരുസ്വരൂപം മെയ് 14 വരെ പൊതുവണക്കത്തിനായി ദേവാലയ കവാടത്തിൽ ഉണ്ടാകും. മെയ് 7 പ്രധാന തിരുനാൾ ദിവസം ദേവാലയത്തിന് ചുറ്റും നടത്തപ്പെടുന്ന പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. മെയ് 14 പട്ടണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശടി വരെയുള്ള പ്രദക്ഷിണത്തോടെ തിരുനാൾ സമാപിക്കുന്നു. എടത്വാപ്പള്ളി വെടിക്കെട്ട് പ്രസിദ്ധമാണ്. ആലപ്പുഴ ജില്ലയിലെ വലിയ ആഘോഷമായിട്ടുള്ള പെരുന്നാളും തീർത്ഥാടനം നടത്തുന്നതുമായ ക്രൈസ്തവ ദേവാലയങ്ങളാണ് എടത്വാ, അർത്തുങ്കൽപ്പള്ളി, തുമ്പോളിപ്പള്ളി എന്നിവ. മീൻപിടുത്തത്തിനോ വ്യാപാരത്തിനോ വേണ്ടിയുള്ള ബോട്ട് യാത്രയിലും പാമ്പുകടി, പകർച്ചവ്യാധികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം നൽകിയതിനും നന്ദി പറയുന്നതിനായി തീർത്ഥാടകർ ധാരാളം കാഴ്ചകളുമായി എത്തുന്നു. തലയിൽ ഇഷ്ടികകൾ ചുമന്ന് പള്ളിക്ക് ചുറ്റും നടക്കുന്നവരുമുണ്ട്. കൊടിമരത്തിലൊഴിക്കുന്ന എണ്ണ പലരും ശേഖരിക്കുന്നു. അത് അത്ഭുതകരമായ ഔഷധമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പള്ളിയുടെ മുമ്പിലുള്ള തേക്കുമരത്തിൻ്റെ ഇലകളും തീർത്ഥാടകർ ഔഷധമായി കണക്കാക്കി കൊണ്ടുപോകാറുണ്ട്. കേരള അസീസി എന്നറിയപ്പെടുന്ന ദൈവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ കബറിടവും ഇവിടെ നമുക്ക് കാണാം. ജൂൺ 29 ദൈവദാസൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു.